അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം മറക്കരുത്. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വഭാവങ്ങളിൽ ഒന്നാണിത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 126. നീ ചെയ്യുന്ന കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം താനെ വന്നു ചേർന്നുകൊള്ളും. ഹരേ കൃഷ്ണ. നമസ്കാരം. നമ്മൾ നല്ലതെന്ന് കരുതുന്ന ചില പ്രവർത്തികളുണ്ടല്ലോ, അത് ഭഗവാൻ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ലാട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. എന്നാൽ നമ്മുടെ ചില പ്രവൃത്തികൾ കണ്ണന് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അതിൽ ചിലതിനെ പ്രവൃത്തികളെന്നല്ല, നമ്മിലെ സ്വഭാവ സവിശേഷതകൾ എന്നേ പറയുവാൻ ഒക്കുകയുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, 2 3 ചിലപ്പോൾ 4 കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അത്രമാത്രം വിലപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഈ അറിവ്. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ, ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കുക കേട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഞാൻ എല്ലാ ദിവസവും കണ്ണനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പലപ്പോഴും ക്ഷേത്രയാത്രകളും ക്ഷേത്ര ദർശനവും എല്ലാം ചെയ്യാറുണ്ട്, എന്നെ കൊണ്ടാകും വിധം ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാറുമുണ്ട്. പിന്നെ എന്താ കുഴപ്പം എൻ്റെ സ്വഭാവത്തിന്? ഒരു കുഴപ്പവും ഇല്ലാട്ടോ, അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട്, കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട നമ്മിലെ പ്രവൃത്തികളിൽ, സ്വഭാവങ്ങളിലൊന്ന്. അതാണ് സംതൃപ്തി എന്ന് പറയുന്നത്. പലർക്കും എന്ത് ചെയ്താലും ഒരു സംതൃപ്തിയും ഉണ്ടാകില്ല. അതിപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതിലായിക്കൊള്ളട്ടെ, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നതായിക്കൊള്ളട്ടെ, തൻ്റെ സന്തോഷത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, എന്ത് ചെയ്തിട്ടും ഒരു സംതൃപ്തിയും കിട്ടാതെ വീണ്ടും വീണ്ടും ഭഗവാനെ വിളിക്കുന്നവരുണ്ട്, കണ്ണനോട് അപേക്ഷിക്കുന്നവരുണ്ട്. ഈ കൂട്ടരോട് ഭഗവാന്റെ നാമത്തിൽ എനിക്ക് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഒരു മനുഷ്യ ജീവിയെ സംബന്ധിച്ച് നാം സ്വായത്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ കഴിവ് അത് സംതൃപ്തിയെ ഉൾക്കൊള്ളുക എന്നതാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം സംതൃപ്തിയും അതിയായ സന്തോഷവും കണ്ടെത്തുക. അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിന്നിലേക്ക് നന്മ വന്നു ചേരും. സന്തോഷവും സമാധാനവും കുമിഞ്ഞു കൂടുക തന്നെ ചെയ്യും. നിങ്ങളുടെ യാത്രയിൽ സംതൃപ്തി, നിങ്ങൾ എത്രത്തോളം എത്തി എന്നതിൽ സംതൃപ്തി, ഇതിനെല്ലാം ഉപരി നമ്മുടെ സംതൃപ്തിയിൽ സംതൃപ്തി, എല്ലാം സ്വായത്തമാക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം മറക്കരുത്. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വഭാവങ്ങളിൽ ഒന്നാണിത്. ചെയ്യുന്ന പ്രവൃത്തി എന്തും ആയിക്കൊള്ളട്ടെ, കുറച്ചേ ചെയ്തുള്ളൂ എങ്കിൽ പോലും അതിൽ സംതൃപ്തിയും സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ള കാര്യം, അത് ഏറ്റവും ലളിതമാണ്, എന്നാൽ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. നമ്മുടെ വാക്കുകൾ. നാം മറ്റുള്ളവരോട് പറയുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ സംസാര രീതിയുമെല്ലാം സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു വ്യക്തിയോട് നിങ്ങൾ ദീർഘനേരം സംസാരിച്ചു എന്നിരിക്കട്ടെ. പരസ്പരമുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിൽ ചെന്ന് സമാധാനത്തോടു കൂടി സ്വയം വിലയിരുത്തി നോക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് അയാളോട് നാം പറഞ്ഞത്? നല്ല നല്ല കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ കുറ്റെങ്ങാനും അധികമായിട്ട് സംസാരിച്ചോ? എൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിന് ഒരു വാളായി തോന്നിയോ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തെ വേദനിപ്പിച്ചോ? ഇങ്ങനെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ഒരുപാട് സമയമൊന്നും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതില്ല. ഞാൻ ഭഗവാന്റെ നാമത്തിൽ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, അത്രത്തോളം ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. നാം പറയുന്ന ഓരോ വാക്കുകളും ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ ഒരു ദിവസത്തെ തന്നെ ചിലപ്പോൾ നശിപ്പിച്ചേക്കാം. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലാതെ കൊല്ലുന്ന ഒരു വാളാണ് വാക്കുകൾ. ആയതിനാൽ അവയെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നല്ല നല്ല വാക്കുകളും സംസാര ശൈലിയും മാത്രമാണ് ഭഗവാന് ഏറ്റവും പ്രിയമെന്ന ഒരു ബോധവും ഉണ്ടാവുക. ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത്, പലർക്കും മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്നാൽ ഭഗവാനത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മിലെ സ്വഭാവങ്ങളിൽ ഒന്നുമാണ്. നിശബ്ദത അല്ലെങ്കിൽ ശാന്തത. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എപ്പോഴും മൗനമായി ഇരിക്കുക എന്നതും ശാന്തമായി ഇരിക്കുക എന്നതും
ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നതുമെല്ലാം നമ്മിലെ കഴിവില്ലായ്മയായി കണക്കാക്കുന്നവരുണ്ട്. എന്നാൽ ആ ഒരു ചിന്തയെ അപ്പാടെ എടുത്തു മാറ്റിക്കൊള്ളുക കേട്ടോ. നമ്മിലെ ശാന്തത എന്നാൽ അത് കരുത്തിന്റെ കുറവായി കണക്കാക്കുന്നില്ല, അർത്ഥമാക്കുന്നില്ല. അതിനർത്ഥം അതിനെ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കണമെന്നതാണ്. നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കുക, ശാന്തരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ട്. കാരണം അവർ ധീരമായ കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ധൈര്യം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിനെ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മിലെ ശാന്തത, നിശബ്ദത എന്നാൽ ഒരു തീയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ തീയാണ് നമ്മിലെ ആഗ്രഹങ്ങളെയും ആശയങ്ങളെയും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ എപ്പോഴും കോലാഹലങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കുവാനുള്ള സമയം കിട്ടുകയില്ല. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവ് ആർജിക്കുവാനായി സാധിക്കുകയുള്ളൂ. ആ കഴിവ് സ്വന്തമാക്കിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നടപ്പാക്കുവാനുള്ള ഊർജം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം നിശബ്ദമായ ഒരിടത്ത് അല്പനേരം ചിലവഴിക്കുക, ശാന്തമായി ചിന്തിക്കുക. കഴിയുമെങ്കിൽ ഒറ്റയ്ക്കൊന്ന് യാത്രകൾ നടത്തി നോക്കുക. അതിപ്പോൾ ക്ഷേത്രയാത്രകളായാലും തീർത്ഥയാത്രകളായാലും ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് നടത്തി നോക്കുക. അതിൻ്റെ മാധുര്യം, സൗന്ദര്യം, ലഹരി എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒട്ടനേകം നല്ല നല്ല ചിന്തകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് പരമമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മിലെ നല്ല നല്ല സ്വഭാവശീലങ്ങളാണ് പ്രവൃത്തിയായി പരിണമിക്കുന്നത്. നല്ല നല്ല പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ അതിൽ നിന്നും നമുക്ക് ആനന്ദം കണ്ടെത്തുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? നമ്മിലെ സ്വഭാവ സവിശേഷതകളാണ്. നമ്മളെല്ലാം സ്നേഹിക്കുന്ന കണ്ണന് പ്രിയപ്പെട്ടതും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? സംതൃപ്തി, നമ്മിലെ വാക്കുകൾ, ശാന്തത. ഈ 3 കാര്യങ്ങളും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ ആശയം നിങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്ത ഗ്രന്ഥം ഡു എപ്പിക് ഷിറ്റ്, അതായത് വലുതായി ചിന്തിക്കൂ, ഇതിഹാസങ്ങൾ ചെയ്യൂ എന്ന നാമധേയത്തിലുള്ള ഗ്രന്ഥമാണ്. ഗ്രന്ഥകർത്താവ് അങ്കൂർ വാരിക്കുവാണ് കേട്ടോ. വളരെ ചെറിയ പുസ്തകമാണ്. 1-2 ദിവസങ്ങൾ കൊണ്ട്, 2 ദിവസമൊന്നും വേണ്ട, ഒരു 3-4 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. വളരെ ലളിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. തീർച്ചയായും വാങ്ങി വായിക്കുക. പിന്നെ നമ്മുടെ എങ്കിലുമേന്ദ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ഈ ഗ്രന്ഥം ഇല്ല കേട്ടോ. അതിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന ഗ്രന്ഥവും. ഈ ഗ്രന്ഥം ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. പേരൊന്ന് നോട്ട് ചെയ്തോളുക. പിന്നെ ഇനി അവസാനമായിട്ട് പറയുവാനുള്ളത്, എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോയും സ്പോൺസർ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ്. രാഹുൽ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയം. സ്വദേശം കളമശ്ശേരിയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നതിലൂടെ 15 പേർക്കുള്ള ഭഗവത്ഗീത ഗ്രന്ഥമാണ് കേട്ടോ അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു കൊള്ളാൻ അദ്ദേഹവും കുടുംബവും പറഞ്ഞിട്ടുണ്ട്. ഏത് ആഗ്രഹം പ്രതിയാണോ ഇത്തരത്തിലുള്ള ഒരു പുണ്യകർമ്മത്തിന്റെ ഭാഗമാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കഴിഞ്ഞത്, അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തട്ടെ എന്നും ഭഗവാൻ എപ്പോഴും രാഹുലേട്ടന്റെയും കുടുംബത്തിന്റെയും കൂടെ ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാച്ചാൽ അതും എഴുതിക്കൊള്ളുക. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇനി കൂടുതൽ സംസാരമില്ല, മറ്റൊരു വീഡിയോയിൽ ഇതേപോലെയുള്ള നല്ല വിഷയങ്ങളുമായി നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.